ഇനി ഇരുവരുടെയും തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കൂടിയൊന്ന് നമുക്ക് നോക്കാം. പിണറായി വിജയനിലോട്ട് വന്നു കഴിഞ്ഞാൽ CPMന്റെ ശക്തമായ പാർട്ടി സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ രീതി. ഓരോ വീടുകളിലും പാർട്ടി പ്രവർത്തകർ എത്തുമെന്ന് അദ്ദേഹം ഉറപ്പാക്കുന്നു. 2021 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ക്ഷേമ പെൻഷനുകളും കിറ്റുമായിരുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഒരു രക്ഷകന്റെ പരിവേഷം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെ പ്രൊഫഷണലായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ അദ്ദേഹത്തിന് ചുറ്റുമൊരു ബ്രാൻഡ് നിർമ്മിച്ചെടുത്തു. അതേസമയം VD സതീശനിലോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകൾ അവസാനിപ്പിച്ച് പാർട്ടിയെ ഒരു തിരഞ്ഞെടുപ്പ് യന്ത്രമാക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സെമി കഡർ സംവിധാനം പാർട്ടിയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. കൂടാതെ സോഷ്യൽ മീഡിയയിലെ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വഴി വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവ കൂടാതെ ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒരുപോലെ ചേർത്തു നിർത്തുന്ന സമവായ രാഷ്ട്രീയമാണ് അദ്ദേഹം പരീക്ഷിക്കുന്നത്. പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗത്തിന്റെ പ്രതീകമാണെങ്കിൽ VD സതീശൻ കോൺഗ്രസിന്റെ പുതിയ മുഖമായി വളർന്നുവന്ന നേതാവാണ്. ഒരാൾ കേഡർ രാഷ്ട്രീയത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുമ്പോൾ മറ്റൊരാൾ പാർലമെന്ററി ജനാധിപത്യത്തിലെ സംവാദത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്.